ശിവൻ ദുബെയ്ക്ക് പകരം സഞ്ജു സാംസൺ ഇറങ്ങുമോ എന്നുള്ളതാണ് ഇന്ന് മലയാളികളും ഇന്ത്യയിലെ സഞ്ജു ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയുമായിട്ട് നല്ല ഒരു റെക്കോർഡ് സഞ്ജു സാംസൺ ഉണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക പര്യടനത്തിൽ തന്നെ സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ശിവൻ ദുബെയുടെ മങ്ങിയ ഫോമാണ് അതിനോട് കാരണമായിട്ട് വരുന്നത്. ഒരു പരിധി വരെ സഞ്ജു സാംസണ് വലിയ സാധ്യതയുണ്ട്. പക്ഷേ രോഹിത് ശർമ്മയുടെ കടുത്ത നിലപാടാണ് വിജയിക്കുന്ന ടീം തന്നെ തുടരുക എന്നുള്ളത്. ഇന്ത്യ ഉടനീളം പരമ്പരയിൽ ഒരു കളി പോലും തോറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ തോൽവി അറിയാത്തതുകൊണ്ട് തന്നെ വിജയിച്ച ടീമിനെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ ക്രിക്കറ്റിലൊക്കെ കാണുന്ന ഒരു തത്വം എന്ന് പറയുന്നത്. അതുപോലെ വിജയിച്ച അതേ ടീമിനെ നിലനിർത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുക. എന്തെങ്കിലും ഒരു തോൽവി സംഭവിക്കുമ്പോഴാണ് ചെറിയ ചേഞ്ചൊക്കെ വരുത്തുക. പക്ഷേ ശിവൻ ദുബെ 2 മത്സരങ്ങളിൽ ചെറിയ പെർഫോമൻസ് 20-30 റൺസിൻ്റെ ഒരു പെർഫോമൻസ് മാത്രമേ എടുത്തുള്ളൂ. 7 മത്സരങ്ങളിൽ അദ്ദേഹം റണ്ണെടുത്തത് 116-112 റണ്ണ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വളരെ ചെറിയ ആവറേജാണ് അദ്ദേഹത്തിന് T20-യിലുള്ളത് വേൾഡ് കപ്പിൽ ഉടനീളം കളികൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സഞ്ജു സാംസൺ സ്വാഭാവികമായിട്ട് മത്സരത്തിൽ വരേണ്ടതാണ്. ഇതുവരെ ഒരു അവസരം സഞ്ജു സാംസണ് കിട്ടിയിട്ടില്ല. ആകെ ഒരു പ്രാഥമിക മത്സരത്തിൽ മത്സരിച്ചത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓപ്പണിങ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇതിൽ വലിയ ചേഞ്ചുകൾ ഫൈനലിൽ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണണം. ശിവൻ ദുബെയ്ക്ക് പകരം സഞ്ജു സാംസൺ വരുമോ, ഇനി ശിവൻ ദുബെയെ മാറ്റി ഓപ്പണിങ്ങിലേക്ക് ജയ്സ്വാൾ വന്ന് കോഹ്ലി 3-ാം സ്ഥാനത്ത് വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇങ്ങനെ പരക്കുന്നുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. സഞ്ജു സാംസണിന് വേണ്ടി മലയാളികളും കേരളവും അദ്ദേഹത്തിൻ്റെ ഫാൻസും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ശിവൻ ദുബെയുടെ കളി ഒന്ന് ഒഴിവായി കിട്ടാനാണ്. പക്ഷേ ശിവൻ ദുബെ ഇതിന് മുമ്പിലത്തെ മത്സരത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയുള്ള മത്സരത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രാഹുൽ ദ്രാവിഡിൻ്റെ സപ്പോർട്ടാണ് നമ്മൾ. സഞ്ജുവിൻ്റെ ഒരു ഗോഡ് ഫാദർ എന്ന നിലയ്ക്ക് രാഹുൽ ദ്രാവിഡ് എത്രത്തോളം സഞ്ജുവിന് വേണ്ടി വാശി പിടിക്കും എന്ന് നമ്മൾ അങ്ങനെ കളിക്ക് ജയിക്കാനാണ് സാധാരണ കോച്ചൊക്കെ ഉണ്ടാവും. വ്യക്തിപരമായ താല്പര്യം രാഹുൽ ദ്രാവിഡിന് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി ശിവൻ ദുബെയുടെ ഒരു മങ്ങിയ ഫോം സഞ്ജുവിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയായി സഞ്ജുവിൻ്റെ ഒരു പെർഫോമൻസും മികച്ചതാണ്. ഫൈനൽ പോലെ വലിയ മത്സരത്തിൽ ആദ്യമായി സഞ്ജുവിനെ ഇറക്കുമോ? ഇതുവരെ ഒരു കളി പോലും കളിക്കാത്ത ഒരാളെ പെട്ടെന്ന് ഫൈനലിലേക്ക് ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കിയാൽ ഇന്ത്യ ശരിക്ക് കഴിഞ്ഞതിന് പ്രീ ക്വാർട്ടർ ആ സമയത്ത് എപ്പോഴെങ്കിലും സഞ്ജുവിനെ ഇറക്കേണ്ടതാണ്. ഗ്രൂപ്പ് മത്സരങ്ങളിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ സഞ്ജുവിനെ ഒന്ന് ഇറക്കാമായിരുന്നതാണ്. പക്ഷേ അപ്പോഴും സഞ്ജുവിനെയും മറ്റു ടീം ഒന്നും ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മലയാളി ഇല്ലാതെ അടുത്ത കാലത്ത് 2 വേൾഡ് കപ്പ് നേടി ഇപ്പോഴും ശ്രീശാന്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യക്ക് വേൾഡ് കപ്പുകൾ കിട്ടിയിട്ടില്ല. ഒരു മലയാളി ഇല്ലാതെ ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടില്ല എന്നാണ്. ഇനി അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അതൊന്നും ഒരിക്കലും ഒരു കളിയുടെ ഭാഗമായിട്ട് വരില്ല. പലരും പറയുന്നത് അങ്ങനെയൊക്കെ അതുകൊണ്ട് മലയാളികളില്ലാത്തതുകൊണ്ട് ഒരു മലയാളി ഉൾപ്പെടുത്താൻ വേണ്ടി സഞ്ജുവിനെ ഉൾപ്പെടുത്തും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയൊന്നും ക്രിക്കറ്റിൽ ലോജിക്കില്ല. കളിക്കുന്നവർ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വിന്നിങ് ടീം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് ഒരു സ്ട്രാറ്റജിയാണ് പൊതുവെ. അതങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. സഞ്ജു ഇല്ലാതെയായിരിക്കും ലോകകപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യ കളിക്കുക. അതിൽ സാധ്യത ചിലപ്പോൾ കോഹ്ലിയുടെ ഫോം വീണ്ടെടുക്കാൻ വേണ്ടി കോഹ്ലിയെ 3ാമതേക്ക് ഇറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കോഹ്ലി സമ്മതിക്കാൻ സാധ്യതയില്ല. കോഹ്ലി എന്നൊരു വലിയ പ്ലെയർ ഓപ്പണിങ്ങിൽ താൻ പരാജയമാണെന്ന് സമ്മതിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. രോഹിത്തിനും കോഹ്ലിക്കുമുള്ള അങ്ങനെ ഒരു പ്രഷർ വെക്കാനും പറ്റില്ല. കാരണം അതേപോലെ സീനിയറായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെയായിരിക്കും ഇന്ത്യൻ ടീമിൽ നിന്ന് ഇറങ്ങുക എന്നാണ് പറയാനുള്ളത്. നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാത്തിരുന്ന് കാണാം. ഏതായാലും രാത്രി 8 മണിക്കാണ് മത്സരം. ആ മത്സരത്തിൽ സഞ്ജു ഇറങ്ങുന്നൊരു സർപ്രൈസ് ഉണ്ടാവണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ പറ്റില്ല. സഞ്ജു ഇറങ്ങാനുള്ള സാധ്യത വളരെ വിരളമാണ്. സെയിം ടീം കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത.